അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളിലും മുസ്ലിം പ്രദേശങ്ങളിലും ജഗന്നിയന്താവായ അള്ളാഹുവിനെ ഇങ്ങനെ വാട്ടിയും പുകഴ്ത്തിയും അവൻ്റെ വചനങ്ങൾ ഉച്ചരിച്ചും അവനെ മഹത്വപ്പെടുത്തിയും മുസ്ലിമുകൾ ഈ മഹത്തായ ദിനരാത്രങ്ങളെ അവരുടെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. ഈ സന്ദർഭം വളരെ സുപ്രധാനമായ രണ്ട് ദിക്റുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബിവര്യന്മാർ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്: പ്രവാചകരെ, അങ്ങയുടെ ശുപാർശ ലഭിക്കുക വഴി വിജയം വരിക്കുന്നവർ ആരൊക്കെയാണ് എന്ന്. അപ്പോൾ നബി പറയുന്നൊരു മറുപടി ഇപ്രകാരമാണ്: ആരൊരുവനാണോ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ, ആരൊരുവനാണോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം പറയുന്നത്, അത് ഖാലിസൻ, അവൻ നിഷ്കളങ്കമായിരിക്കണം പറയേണ്ടത്, മിൻ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അകളങ്കിതമായ മനസ്സോടെ പ്രഖ്യാപിക്കുകയും അത് പറയുകയും ചെയ്യുന്നവൻ ആരാണോ അവൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശുപാർശയ്ക്ക് വിധേയരായി സൗഭാഗ്യം ലഭിക്കുന്ന സ്വർഗപ്രവേശനത്തിന് അർഹരായി തീരുന്നവരാണ് എന്ന്. മറ്റൊരു സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന, ആരൊരുവൻ്റേതാണോ അവൻ്റെ ഏറ്റവും അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാ എന്നാവുന്നത്, അവനും സ്വർഗപ്രവേശനത്തിന് അർഹനായിത്തീരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ അള്ളാഹുവിനെ വാട്ടുകയും പോഴ്ത്തുകയും ഓർക്കുകയും ദിക്ർ പറയുകയും ചെയ്യുന്നവർ ജീവിച്ചിരിക്കുന്നവനെ പോലെയാണ്. അതിൽ അശ്രദ്ധമാകുന്നവരും അതിനെ ശ്രദ്ധിക്കാതെ പോകുന്നവരും മരിച്ചവരെ പോലെയുമാണ് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊരു സന്ദർഭം മറ്റൊരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായത് ഇപ്രകാരമാണ്: ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ഒരു മനുഷ്യൻ 100 വട്ടം ഒരു പ്രഭാതത്തിൽ പറയുകയാണ് എങ്കിൽ തീർച്ചയായും 100 നന്മകൾ ചെയ്തവൻ എന്ന നിലയിൽ എഴുതപ്പെടുകയും അവൻ്റെ 100 തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യും. മാത്രവുമല്ല, അടിമകളായ 10ഓളം ആളുകളെ അതിൽ നിന്ന് മോചിപ്പിച്ചവൻ്റെ പ്രതിഫലത്തിന് അർഹനായിത്തീരുകയും ചെയ്യും. സർവോപരി അന്ന് വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ പൈശാചികതയുടെ കുതന്ത്രങ്ങളിൽ നിന്നും ചതികളിൽ നിന്നുമെല്ലാം മുക്തനായി പ്രത്യേകം അയാൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അന്നേ ദിവസം അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ആളുകൾ അദ്ദേഹം നിർവഹിച്ച പ്രവർത്തനത്തെക്കാൾ ശ്രേഷ്ഠകരമായ പ്രവർത്തനം ചെയ്ത ആളുകളായിരിക്കാം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി എന്നാണ്. അപ്പോൾ വളരെ മഹത്തരമായ രണ്ട് ദിക്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായത്. തീർച്ചയായും ഈ മഹത്തായ ദിക്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്. ഈ മഹത്തായ ദിനരാത്രങ്ങളിൽ ഈ ദിക്റുകൾ സജീവമാക്കുവാനും ശബ്ദമുഖരിതമായ സാഹചര്യത്തിൽ ഈ ദിക്റുകളെ കൊണ്ട് ധന്യമാക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നമ്മൾ ഉരുക്കളെ അറക്കുവാൻ, ബലിയിറക്കുവാൻ നിശ്ചയിക്കപ്പെട്ട ഉരുകളെ കാണുമ്പോഴും നമ്മൾ കുന്നുകൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നിങ്ങനെയുള്ള തക്ബീറുകൾ മുഴക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. റബ്ബ് സുബ്ഹാന അതിനുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും ലോക മുസ്ലിമുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.